ഹലോ ഗൈസ്, വെൽക്കം ടു ദി ചാനൽ. നമ്മൾ നോഡ് ജെ എസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ കമാൻഡ് ലൈനിൽ നോഡ് ജെ എസ് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, കമാൻഡ് ലൈൻ വഴി നോഡ് ജെ എസ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മളൊരു ആപ്ലിക്കേഷൻ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫയൽ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോഡ് സ്പേസ് ആ ഒരു ഫയലിൻ്റെ ഫുൾ പാത്ത്, റൂട്ട് ഡയറക്ടറി ആണെങ്കിൽ ആ റൂട്ട് ഡയറക്റ്റ് പാത്ത് കൊടുത്താൽ മതി. ആപ്പ് ഡോട്ട് ജെ എസ് ആണെങ്കിൽ ആപ്പ് ഡോട്ട് ജെ എസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ആപ്പ് എന്ന് ഡയറക്റ്റ് കൊടുത്താലും മതി. ഇങ്ങനെയാണ് നമ്മൾ റൺ ചെയ്തതെന്ന് പറഞ്ഞിരുന്നത് അല്ലേ? ഇപ്പോൾ ഞാനൊരു കൺസോൾ ലോഗ് ചെയ്യുന്നു, എന്നിട്ട് ഞാൻ വീണ്ടും ഇത് റൺ ചെയ്യുന്നു. അപ്പോൾ ഹലോ എന്നൂടെ ഉണ്ടാകുന്നു. പക്ഷേ ഞാൻ നെക്സ്റ്റ് ഇതിൻ്റെ കൂടെ ഹൗ ആർ യു എന്ന് കൊടുത്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഈ കമാൻഡ് ലൈൻ റൺ ചെയ്യേണ്ടി വരുന്നു അല്ലേ? ഹലോ ഹൗ ആർ യു എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് ഓരോ തവണ നമ്മൾ ഈ ഒരു റൺ ചെയ്യേണ്ട ഫയൽ നമുക്ക് പിന്നെയും നമ്മൾ കമാൻഡ് അടിച്ചിട്ട് നോഡ് കമാൻഡ് അടിച്ചിട്ട് നമ്മൾ റൺ ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട് അല്ലേ? അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നോഡ് 16 തൊട്ടാണെന്നുണ്ടെങ്കിൽ നോഡ് -- വാച്ച് അല്ലെങ്കിൽ -- വാച്ച് ആപ്പ് ഡോട്ട് ജെ എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നോഡിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി അത് റീസ്റ്റാർട്ട് ആയിക്കോളും. പക്ഷേ എൻ്റെ നോഡിൻ്റെ വേർഷൻ എന്ന് പറയുന്നത് 14. ഓക്കെ, നോഡ് 16 തൊട്ടാണ് ഈ ഒരു ഫീച്ചർ ഉള്ളത്. അല്ലെങ്കിൽ പഴയ നോഡ് വേർഷൻസ് ഉള്ള എല്ലാവരും ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാം. npm ഇൻസ്റ്റാൾ നോഡ്മോൻ എന്ന് പറയും. ഈ നോഡ്മോൻ പാക്കേജ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കോഡിൻ്റെ അകത്ത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെന്ന് ഫുൾ ടൈം വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇത് റൺ ആയി കഴിയുമ്പോഴത്തേന് ഫുൾ ടൈം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് എന്തെങ്കിലും ചേഞ്ച് ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ആ ഒരു ഇത് റീസ്റ്റാർട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്കിപ്പം നോഡ്മോൻ ഇൻസ്റ്റാൾ ആയെന്ന് അറിയാനായിട്ട് നമ്മൾ പാക്കേജ് ഡോട്ട് ജേസണിൽ പോവുക. ഇതിൻ്റെ അകത്ത് നോഡ്മോൻ ഡിപ്പെൻഡൻസീസ് കണ്ടോ? ഡിപ്പെൻഡൻസീസിൻ്റെ അകത്ത് നോഡ്മോൻ ഇൻസ്റ്റാൾ ആയി. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഇത് ക്ലിയർ ചെയ്ത് നമ്മൾ പറഞ്ഞിരുന്നു npm ഇൻസ്റ്റാൾ നോഡ്മോൻ ആയിരുന്നു ചെയ്തിരുന്നത് അല്ലേ? ക്ലിയർ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് പാക്കേജ് ഡോട്ട് ജേസണിൽ പോവുക. ഈ നോഡ്മോൻ റൺ ചെയ്യാനായിട്ട്, നോഡ്മോൻ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് സ്ക്രിപ്റ്റ്സ് ഉണ്ട് കേട്ടോ. ഈ സ്ക്രിപ്റ്റ്സിൻ്റെ കൂടെ നമ്മൾ നോഡ്മോന് സ്ക്രിപ്റ്റ് കൂടെ ആഡ് ചെയ്യും. ഇപ്പോൾ തൽക്കാലം നമുക്ക് ടെസ്റ്റ് ഇല്ലാത്തത് കാരണം ഇതെടുത്ത് കളയാം. എന്നിട്ട് നമുക്ക് ഡെവലപ്മെൻറ്റിന് ഡെവ് എന്ന് കൊടുക്കാം. അതായത് നോഡ്മോൻ ഡെവലപ്മെൻറ്റിന് മാത്രം മതി. അപ്പോൾ നമ്മൾ ഒരു കാര്യം തെറ്റ് ചെയ്തു. അതെ, ഡിപ്പെൻഡൻസീസിൻ്റെ അതാണ് വരുന്നത്. ഇത് ശരിക്കും പോകേണ്ടത് ഡെവ് ഡിപ്പെൻഡൻസിയിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? npm ഇൻസ്റ്റാൾ ആയിരുന്നു മറ്റേത്, ഇത് റിമൂവ് ആണ്. ഓക്കെ, npm റിമൂവ് നോഡ്മോൻ. ഇത് റിമൂവ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഡിപ്പെൻഡൻസിയിൽ നിന്ന് പോവുകയും ചെയ്യും. നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന്, അതായത് ഈ നോഡ് മോഡ്യൂൾസിൽ നിന്നും ആ ഒരു സാധനം പോയി കിട്ടും. ഓക്കെ, ഇനി ഇത് പോകേണ്ടത് എവിടെയാണ്? ഡെവ് ഡിപ്പെൻഡൻസീസ് അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, എന്താണ് ഒരു ഡെവ് ഡിപ്പെൻഡൻസി ആണെന്നുണ്ടെങ്കിൽ -- സേവ് ഡെവ് എന്ന് കൊടുക്കണം, അല്ലെങ്കിൽ എന്തായിരുന്നു ക്യാപിറ്റൽ D. അതാ നോക്കൂ, ഡെവ് ഡിപ്പെൻഡൻസി ആയിട്ട് നോഡ്മോൻ ഇപ്പോൾ ഇൻസ്റ്റാൾ ആയി. ഓക്കെ, വേർഷൻ 3.1.0. അപ്പോൾ ഇതിനി പ്രൊഡക്ഷനിൽ പോകുന്ന സമയത്ത് ഈ ഡിപ്പെൻഡൻസി അതിൻ്റെ കൂടെ പോവില്ല, ഇൻസ്റ്റാൾ ആവില്ല. അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇത് ഡെവലപ്മെന്റ് ഡിപ്പെൻഡൻസി മാത്രമാണ്. അതിനാണ് -- സേവ് ഡെവ് എന്ന് കൊടുത്തത്, അല്ലെങ്കിൽ -D എന്ന് കൊടുത്തത്, ക്യാപിറ്റൽ D. ഓക്കെ, ഇനി നോഡ്മോൻ ഇൻസ്റ്റാൾ ആയി. ഇനി നോഡ്മോൻ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ട് നമുക്ക് സ്ക്രിപ്റ്റിൻ്റെ അകത്ത് നോഡ്മോൻ എങ്ങനെയാണ് റൺ ചെയ്യേണ്ടതെന്ന് പറയണം. അതിനായിട്ട് ഞാൻ ഡെവ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പേര് കൊടുക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നോഡ് ആപ്പ് ഡോട്ട് ജെ എസ് അല്ലായിരുന്നു കൊടുത്തിരുന്നത്, അതിന് പകരമായിട്ട് നോഡ്മോൻ ആപ്പ് ഡോട്ട് ജെ എസ് കൊടുക്കണം, ഡോട്ട് ജെ എസ് കൊടുക്കാം, ആപ്പ് ഡോട്ട് ജെ എസ് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ക്ലിയർ ചെയ്തിട്ട് നമുക്കിന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മളിവിടെ ഡെവ് ആണ് കൊടുത്തേക്കുന്നത് അല്ലേ? അപ്പോൾ npm ഇനി സ്ക്രിപ്റ്റ്സ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ റൺ എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. npm റണ്ണ് കൊടുക്കുക, എന്നിട്ട് ഈ സ്ക്രിപ്റ്റ്സിനകത്ത് അതിന് കൊടുത്തേക്കുന്ന പേരെന്താണോ അത് കൊടുക്കുക. അപ്പോൾ npm റൺ ഡെവ് കൊടുക്കുക. npm റൺ ഡെവ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ നോഡ്മോൻ സ്റ്റാർട്ട് ആവും. ഇതാ നോക്കാം, നോഡ്മോൻ സ്റ്റാർട്ടായി, നോഡ്മോൻ വേർഷൻ. അതേപോലെ ഇത് വാച്ചിങ് നോഡ് ആപ്പ് ഡോട്ട് ജെ എസിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്. അപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ഫസ്റ്റ് കൺസോൾ ലോഗാണ് ഹലോ ഹൗ ആർ യു കൊടുത്തത്. ഇനി ഞാൻ ഈ കൺസോൾ ലോഗ് എടുത്ത് കളഞ്ഞിട്ട് ജോബ്സി എന്ന് കൊടുത്തു, സേവ് ചെയ്യുന്നു. ഓട്ടോമാറ്റിക് ഇത് റീസ്റ്റാർട്ട് ആയിട്ട് ആ ഒരു നോഡ് ആപ്പ് ഡോട്ട് ജെ എസ് റണ്ണായിട്ട് നമ്മുടെ പുതിയ കൺസോൾ ലോഗ് കിട്ടും. ക്ലിയർ ആയോ? ഇതിനാണ് നോഡ്മോൻ യൂസ് ചെയ്യുന്നത്. VS കോഡിൻ്റെ ഒരു ഫീച്ചർ ഉണ്ട്, ഗോ ലൈവ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇതിനൊരു ലൈവ് സെർവർ പോലെ നമുക്ക് ലോക്കൽ സെർവർ ഓൺ ആവും. അപ്പം ഇത് വെച്ചിട്ട് കുറേ ഡെവലപ്പേഴ്സ്, ഡിസൈനേഴ്സ് ഒക്കെ, പേജ് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇത് ക്ലിക്ക് ചെയ്ത് ലൈവ് ആക്കിയിട്ട് ലൈവ് സെർവറായിട്ട് റൺ ചെയ്തിട്ടാണ് ഇത് നമ്മുടെ ചേഞ്ചസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ റിയൽ ടൈമായിട്ട് അവിടെ അപ്ഡേറ്റ് ആവും. അവിടെ ചേഞ്ച് ചെയ്യുന്നതല്ല, ഇവിടെ റിയൽ ടൈമായിട്ട് അപ്ഡേറ്റ് ആവും. ഇതേ കേസാണ് നമ്മുടെ റിയാക്റ്റും ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ റിയാക്ട് ബൈ ഡിഫോൾട്ട് ഇതുപോലെ നമ്മുടെ ചേഞ്ചസ് എല്ലാം എടുത്തിട്ട് ബൈ ഡിഫോൾട്ട് ഇതിൻ്റെ അകത്ത് ബ്രൗസറിൻ്റെ അകത്ത് ഹോട്ട് റീലോഡ് ചെയ്യും, അല്ലെങ്കിൽ ഹോട്ട് റിഫ്രഷ് ചെയ്യും. അതേപോലെ, അതായത് നമ്മൾ അവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് റിയൽ ടൈമിൽ നമുക്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇതാണ് റിയാക്ട് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ ഗോ ലൈവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീച്ചറും ചെയ്യുന്നത്.
ഇതിന് പകരമായിട്ടാണ് നമ്മൾ നോഡ് ജേസിൽ അതിന് പകരമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോഡ് മോൺ ചെയ്യുന്നത്. npm റൺ ഡബ് ചെയ്ത് കഴിയുമ്പോഴത്തെ നോഡ് മോൺ റൺ ആവും, റിയൽ ടൈം ആയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അടുത്തത് റെപ്പലാണ്, റീഡ് ഇവാലുവേറ്റ് പ്രിന്റ് ലൂപ്പ്. അതാണ് നമ്മുടെ റെപ്പൽ എന്ന് പറയുന്നത്. അതായത് ജസ്റ്റ് ഒരു കൺസോൾ, ഈ കൺസോൾ ഒരു സിംഗിൾ എക്സ്പ്രഷനെ യൂസർ ഇൻപുട്ട് ആയിട്ട് എടുത്തിട്ട് അതിന്റെ എക്സിക്യൂഷൻ റിസൾട്ട് കൺസോളിൽ പ്രിന്റ് ചെയ്യും, അത്രേ ഉള്ളൂ. അതിനായിട്ട് ചുമ്മാ നോഡൊന്ന് ടൈപ്പ് ചെയ്യുക, നോഡൻ ടൈപ്പ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു റെപ്പൽ കൺസോൾ കിട്ടും. ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ബ്രൗസറിൻ്റെ അകത്ത് നമ്മൾ കൺസോൾ എടുക്കത്തില്ലേ, അതേ സെയിം കൺസോൾ തന്നെ. ഈ കൺസോൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതേ ഫംഗ്ഷനാലിറ്റീസ് തന്നെ നമുക്ക് അവിടെയും ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ, വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഇവിടെ ഇപ്പോൾ കൺസോൾ ലോഗോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതുപോലെ ഉണ്ടോ, നമുക്ക് കൺസോൾ കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ. അതാണ് ഈ ഒരു ടൂൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് എടുത്ത് പറയാൻ പോകുന്നത്. ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന് ഡെവലപ്മെന്റിന് ഒരു കോൺഫിഗറേഷൻ കാണും, ലൈവിന് ഒരു കോൺഫിഗറേഷൻ കാണും, ലോക്കലിന് മേ ബി വേറൊരു കോൺഫിഗറേഷൻ കാണാം അല്ലേ. അപ്പോൾ നമ്മുടെ കോൺഫിഗറേഷൻ ഫയൽസ് ഒന്നും നമ്മൾ ഗിറ്റിൻ്റെ അകത്ത് ഇടില്ല അല്ലേ. ഗിറ്റിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഗിറ്റിന്റെ അക്കൗണ്ട് എക്സ്പോസ് ആയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് പുറത്ത് പോയി കഴിഞ്ഞാലോ നമ്മുടെ കോഡ് എന്തെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാലോ നമ്മുടെ സെർവർ കോൺഫിഗറേഷൻസ് ലോക്കലായ കുഴപ്പമില്ല, സ്റ്റേജിങ്ങോ ലൈവോ ആയി കഴിഞ്ഞാൽ അങ്ങനെ സെർവർ കോൺഫിഗറേഷൻ പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതിനാൽ തന്നെ നമ്മൾ ഗിറ്റിൻ്റെ അകത്ത് ഒന്നും ഇടാറില്ല. അതിനായിട്ട് നമ്മൾ കോൺഫിഗറേഷൻ ഫയൽസിനെ സെപ്പറേറ്റ് നമ്മളൊരു env ഫയലിൻ്റെ അകത്താണ് ഇടുന്നത്. അതായത് എൻവയൺമെന്റ് ഫയൽസിനകത്ത് .env എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാവും, ഇത് ഡെവലപ്മെന്റിന് ഒരു ഫയൽ ഉണ്ടാവും, അതേപോലെ പ്രൊഡക്ഷൻ ഒരു ഫയൽ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ രണ്ട് നമ്മൾ സെപ്പറേറ്റ് ഫയൽസ് ആയിരിക്കും എഴുതുന്നത്. അപ്പോൾ ഈ ഒരു env ഫയലിനകത്ത് നമ്മൾ ക്രെഡൻഷ്യൽസ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കത് ഡയറക്റ്റ് ആയിട്ട് ഈ ഫയലിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രോജക്റ്റിൻ്റെ അകത്ത്. പക്ഷേ ആ ഒരു env ഫയൽ നമ്മുടെ ഗിറ്റിൻ്റെ അകത്ത് എക്സ്പ്ലോർഡ് ആയിട്ടാണ് നമ്മൾ ഇടുന്നത്. അതിനാൽ തന്നെ ഈ ഒരു സാധനം നമ്മുടെ കോഡ് പോയി കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഗറേഷൻ ഫയൽസ് പോകത്തില്ല. ഓക്കെ, ഇതൊരു സെക്യൂരിറ്റി മെക്കാനിസം ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പലരും പല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. മൾട്ടിപ്പിൾ കോൺഫിഗറേഷൻസ് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഡിഫറെൻറ്റ് ഫയൽസിൽ ഇടുന്ന ചില ടെക്നോളജീസ് ഉണ്ട്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. പക്ഷേ ഒരു .env തന്നെ ഫോളോ അപ്പ് ചെയ്യുന്ന അല്ലെ എല്ലാ കോൺഫിഗറേഷൻസും ഒരു .env തന്നെ ഇടുന്ന ആൾക്കാരും പല ടൈപ്പ് ഓഫ് പ്രോഗ്രാമേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് ടെക്നിക്സ് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ .env എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ npm ഇൻസ്റ്റാൾ .env എന്നിട്ട് സേവ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഡിപ്പെൻഡൻസ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. എന്നിട്ട് നമുക്കപ്പം എവിടെ കിട്ടും, ഡിപ്പെൻഡൻസി .env കിട്ടും. ഇതിനായിട്ട് നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് റൂട്ടിൻ്റെ അകത്ത് .env നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഡെവലപ്മെന്റ് ആണ് ഡെവലപ്മെന്റ്, പ്രൊഡക്ഷൻ ആണെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ സെപ്പറേറ്റ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇത് ഡെമോൺസ്ട്രേഷന് വേണ്ടി ഇത് കാണിക്കാം. ഇതിനകത്ത് ഞാൻ ഇപ്പം JWT കീ, ഒരു റാൻഡം കീ ഞാൻ ക്രിയേറ്റ് ചെയ്തു. യൂസർ നെയിം, ഇപ്പോൾ എക്സാമ്പിൾ DB യൂസർ നെയിം എന്ന് കൊടുക്കാം. ടെസ്റ്റ് DB പാസ്വേഡ്, ഇതിലൊരു DB പാസ്വേഡ്. ഓക്കെ, ഇങ്ങനെ ഒരു env ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു env ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് app.js യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, നമ്മൾ റിക്വയർ കൊടുക്കുക, .env കൊടുക്കുക. ഇതിൻ്റെ ഒരു കോൺഫിഗറേഷൻ ഉണ്ട്, കോൺഫിഗ് നമ്മൾ റൺ ചെയ്യുക. കൺസോൾ ലോഗ് കൊടുക്കുക. പ്രോസസ് എന്ന് പറഞ്ഞ് ബിൽറ്റിനൊരു ഇതുണ്ട്, അതായത് പ്രോസസ്സ് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് env ഫയൽസിനെ അല്ലെങ്കിൽ env ഡേറ്റയെ എടുക്കാൻ പറ്റും. പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീലോഡഡ് ആയിരിക്കും, നമുക്ക് അതുകൊണ്ട് തന്നെ അതിനായിട്ടൊന്നും റിക്വയർ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. process.env എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന പേര് ഏതാണോ അത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ JWT, env.jwt കീ എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ റൺ ചെയ്തുകൊണ്ടിരുന്നത് നോഡ് മോൻ ആണ് അല്ലേ. അപ്പോൾ നോഡ് മോൻ വെച്ച് തന്നെ നമുക്ക് റൺ ചെയ്യാം. npm റൺ ഡെവ്, JWT കീ കിട്ടി. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പാസ്വേഡ് വേണം, യൂസർ നെയിം വേണമെന്നുണ്ടെങ്കിൽ env.username എന്ന് കൊടുക്കുക. നമുക്ക് HP എന്ന് കിട്ടി, സിസ്റ്റം യൂസർ നെയിം, DB യൂസർ നെയിം കൊടുക്കുക. ഈ HP കിട്ടിയതിന് സിസ്റ്റത്തിന്റെ ലാപ്ടോപ്പിന്റെ യൂസർ നെയിം ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഈ യൂസർ നെയിം മാറ്റിയിട്ട് DB യൂസർ നെയിം കൊടുക്കുക. നമ്മൾ അവിടെ കൊടുത്തിൻ്റെ പേര് എന്താണ് ആ പേര് തന്നെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വാല്യൂ കിട്ടും. ഇനി DB പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആയോ? ഇതാണ് .env യൂസ് ചെയ്യുന്നത്. നമ്മൾ കമാൻഡ് ലൈൻ പറഞ്ഞു പോയപ്പോൾ ഇതോടെ ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഡെവലപ്മെന്റിനായിട്ടും പ്രൊഡക്ഷനായിട്ടും സെപ്പറേറ്റ് env ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടെ നമ്മൾ സെക്യൂർ ആയിരിക്കും. Node.js വെച്ചിട്ട് നമുക്കിപ്പം എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് കമാൻഡ് വഴി എക്സ്പ്രഷൻ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോഡ് എന്ന് കൊടുക്കുക, -e എന്ന് കൊടുക്കുക. -e കൊടുത്തിട്ട് നമ്മൾ ഡബിൾ കോട്ട്സിനകത്ത് നമ്മുടെ സ്ട്രിംഗ് എന്താന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിനെ കമാൻഡ് ആയിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, -e അല്ലെങ്കിൽ -e വാൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ Node.js ഒരു കമാൻഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ്ങിന്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കൺസോൾ ലോഗ് കൊടുക്കുകയാണ്, ഇവിടെ ഇത് കൊടുത്ത് ഇത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കമാൻഡ് എക്സിക്യൂട്ട് ആയിട്ട് സ്ട്രിങ് ആയിരുന്നതിനെ എടുത്തിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് npm ഇൻസ്റ്റാൾ കൊടുക്കുക. എന്നിട്ട് ആ പാക്കേജിൻ്റെ നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പാക്കേജ് ഇൻസ്റ്റാൾ ആയിട്ട് കിട്ടും. ഈ ഇൻസ്റ്റാളിന് പകരം നമുക്ക്
ഐ കൊടുത്താലും മതി npm ഇൻസ്റ്റാൾ എന്നുള്ളതിന്. ഇതേ പാക്കേജ് നമുക്കിപ്പം ഈ ഒരു സിസ്റ്റം വൈഡായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് ഈ ഒരു ഇപ്പൊ എന്റെ വിൻഡോസ് മെഷീൻ എന്ന് വെച്ചാൽ വിൻഡോസ് മെഷീൻ എല്ലാ നോഡിന്റെ ആപ്ലിക്കേഷനും കിട്ടണമെന്നുണ്ടെങ്കിൽ -G എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഗ്ലോബലി ഇത് ഇൻസ്റ്റാൾ ആവും. ഗ്ലോബലി കൊടുത്തിട്ട് നമ്മുടെ ആ പാക്കേജ് നെയിം ഏതാണോ ആ പാക്കേജ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ കേസിലാണ് .env കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഗ്ലോബലിയാണ് ഇൻസ്റ്റാൾ ആവുന്നത്. നമ്മുടെ ആ ഒരു സിസ്റ്റം വൈഡായിട്ട് അത് ഇൻസ്റ്റാൾ ആവും. അതേപോലെ ഇതിന് പകരം -G .env എന്ന് കൊടുത്താലും മതി. ഡയറക്റ്റ് ആയിട്ട് ഷോർട്ട് ഹാൻഡ് ആണത്. ഡയറക്റ്റ് ആയിട്ട് അത് ഇൻസ്റ്റാൾ ആവും. ഗ്ലോബലിയാണ് ഇൻസ്റ്റാൾ ആവുന്നത്. ഓക്കെ, ഇനി അൺഇൻസ്റ്റാൾ ചെയ്യണം എന്തായിരുന്നു npm അൺഇൻസ്റ്റാൾ എന്താണ് നമ്മുടെ ഒരു പാക്കേജിന്റെ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് അൺഇൻസ്റ്റാൾ ആയിക്കോളും. അല്ലെങ്കിൽ npm റിമൂവ് കൊടുക്കാം. പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം, പാക്കേജ് റിമൂവ് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും കമാൻഡ്സിന്റെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ -h കൊടുത്തു കഴിഞ്ഞാൽ ഹെൽപ്പ് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കിട്ടും. ഇതിന്റെ എന്നൊക്കെ ചെയ്യാൻ പറ്റും, നമ്മുടെ കമാൻഡ് ലൈൻ വഴി നോഡിനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറഞ്ഞു. ഒരു പാക്കേജ് നോഡ് ഫുൾ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ npm അപ്ഡേറ്റ് എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ പാക്കേജ് ആണെന്നുണ്ടെങ്കിൽ npm ഇൻസ്റ്റാൾ, ആ പാക്കേജിന്റെ പേര് @ ആ ഒരു വേർഷൻ 1.2.3 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഷൻ അതെന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ പാക്കേജിന്റെ ആ ഒരു വേർഷൻ ലേറ്റസ്റ്റ് വേർഷൻ അപ്ഡേറ്റ് ആവും. നല്ല കംപ്ലീറ്റ് അപ്ഡേറ്റ് ചെയ്യാനാണെന്നെങ്കിൽ npm അപ്ഡേറ്റ് കൊടുത്താൽ മതി. അപ്പോൾ നോഡിന്റെ പാക്കേജ് ലേറ്റസ്റ്റ് സപ്പോർട്ടീവ് വേർഷൻ അപ്ഡേറ്റ് ചെയ്ത് തരും. ഇത്രയാണ് ശരിക്കും പറഞ്ഞാൽ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് ഉള്ളത്.